ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. മനുഷ്യ മനസ്സിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ളൊരു പഠനം നടത്തിയ ലോകത്തിലെ ഏറ്റവും പ്രാചീനവും എന്നാൽ ഇന്നും അത്യധികം ശാസ്ത്രീയവുമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. നിങ്ങൾ മറ്റു മതഗ്രന്ഥങ്ങളെ കാണുന്ന പോലെ ഗീതയെ കാണരുത്. കാരണം ഭഗവത്ഗീത പൂർണ്ണമായി ഓരോ മനുഷ്യനെയും ശരിക്കും നമുക്കിങ്ങനെ എടുത്ത് കാണിച്ചു തരികയാണ്. നമ്മൾ കര അമലവത്ത് എന്ന് പറയും. ഈ കൈകളിലിരിക്കുന്ന നെല്ലിക്ക നമ്മൾ കാണിച്ചു കൊടുക്കുന്ന, കയ്യിലൊരു സാധനം വെച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം ആ വ്യക്തിത്വത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ ഫോട്ടോ നോക്കിയിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈലും ഫേസും ബോഡി ഷേപ്പൊക്കെ നോക്കിക്കണ്ട് ആസ്വദിക്കുന്ന പോലെ നമ്മുടെ മനസ്സെന്ന വ്യക്തിത്വത്തിൻ്റെ പേഴ്സണാലിറ്റി നമുക്ക് ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കും? അപ്പം അതാണ് ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സംസ്കൃതിയെ, നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവത്തെ നാം കാണാതെ പോയാൽ അത് നമുക്കുണ്ടാക്കുന്ന പരാജയം നമുക്ക് തുടക്കത്തിലൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ നിരാശയിലേക്ക് പോകും. കാരണം നമുക്ക് ജീവിതം നമ്മൾ ആഗ്രഹിച്ചതൊന്നും സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. രണ്ടും പോകുന്നത് രണ്ട് ഡയറക്ഷനിലാണ്. ആഗ്രഹങ്ങളൊക്കെ വലുതായിരിക്കും, പക്ഷെ സംഭവിക്കുന്നതൊക്കെ ചെറുതായിരിക്കും. എന്നാൽ നമുക്ക് ശരിക്കും എന്ത് ജീവിതമാണ് വേണ്ടത്, അതെങ്ങനെ നേടിയെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടെങ്കിൽ നമുക്കത് കൈവരിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ അത് നമുക്കറിയില്ല. നമുക്കറിയാം എനിക്ക് സുഖം, സന്തോഷം, സ്നേഹം ഇതൊക്കെ വേണം, നല്ല സംതൃപ്തമായൊരു ജീവിതം വേണം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന എന്താണ്? കുറേ പണം, കുറേ മറ്റുള്ളവരുടെ സ്നേഹം, മറ്റുള്ളവർ തരുന്ന സുഖം, മറ്റുള്ളവർ തരുന്ന സൗകര്യം, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഭൗതിക സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള പല കുറവുകളുമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ സമ്പന്നനെ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അയാളുടെ അടുത്ത് BMW കാറ്, നല്ല 5 സ്റ്റാർ ഹോട്ടൽ പോലുള്ള വീട്, ഇതൊക്കെ അയാൾക്ക് സുഖം കൊടുക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അയാളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ സുഖമുണ്ടോ എന്ന് നമുക്കറിയില്ല. ശരീരം കൊണ്ട് അയാൾ എയർ കണ്ടീഷൻ റൂമിലാണെങ്കിലും സൗകര്യങ്ങളിലാണെങ്കിലും മനസ്സ് കിടന്ന് പുകയുന്നതായിരിക്കും ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കോഫി ഡേ എന്ന് പറയുന്ന 4000 കോടി ആസ്തിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാൻ മാനസികമായി വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ച അവസാനം ആത്മഹത്യ ഉണ്ടായത്. നിങ്ങൾ വിജയ് മല്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട കൊടീശ്വരന്മാർ പലരും അന്യരാജ്യങ്ങളിൽ പോയി ഒളിച്ചു ജീവിക്കുന്നവർക്ക് അവസ്ഥ നോക്കൂ നിങ്ങൾ. എന്ത് സമാധാനം അവർക്ക്, എന്ത് സ്വൈര്യമുണ്ട്. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നതിന് നമ്മളാരും കാണുന്നില്ല. നമ്മൾ ബാഹ്യമായത് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കറിയണം ജീവിതം ശരിക്കും എപ്പോഴാണ് സുഖവും സന്തോഷവും സംതൃപ്തിയും തരുന്നത്. സ്വപ്നങ്ങൾക്കനുസരിച്ചല്ല, അറിവിനനുസരിച്ച് തരും അത്. ഇപ്പം നമുക്ക് യഥാർത്ഥ അറിവുണ്ടാവണം. അറിവെന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ച് അറിവില്ല, തൻ്റെ മനസ്സിനെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ എന്താണത് അറിയേണ്ടത്? ഭഗവാൻ നമുക്കത് 27-ാം ശ്ലോകത്തിൽ മനോഹരമായിട്ടത് അവതരിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൽ ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നമുക്ക്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങളോട്. ഞാനെന്ന ഒരു ബോധവ്യക്തിത്വം അതിന് പ്രവർത്തിക്കണമെങ്കിൽ ശരീരം ആരോഗ്യകരമായിട്ടിരിക്കണം, ഒരു അന്തരീക്ഷം വേണം, നമ്മളോട് ഇടപഴകാൻ മനസ്സുകൾ വേണം, മറ്റുള്ളവർ വേണം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഹയർ എനർജിയുടെ ഒരു പാർട്ട് മാത്രമാണ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് അന്തരീക്ഷത്തിലെ ചൂടും തണുപ്പും, ഭൂമിയുടെ ഗ്രാവിറ്റി, അതുപോലെ തന്നെ മറ്റുള്ളവർ, ഇതെല്ലാം കൂടിച്ചേർന്ന് പരസ്പരം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇതിനെ കൂട്ടിച്ചേർത്താൻ ഒരു ഊർജ്ജം വേണ്ടേ, ശക്തി വേണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ഇത് നിലനിൽക്കും? ഇപ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിൻ്റെ തെളിവല്ലേ. എല്ലാ അവയവങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ
ഒരു ഊർജം വേണ്ട, ഊർജമില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും? ആ ഒരു ഊർജ്ജശക്തിയിൽ തന്നെയല്ലേ നമ്മൾ രാവിലെ ഉണരുന്നതും രാത്രി ഉറങ്ങുന്നതൊക്കെ, നമ്മുടെ മെമ്മറി ഒന്നും നഷ്ടപ്പെടാതിരിക്കുന്നത്. പക്ഷേ നമ്മളിതൊക്കെ മറന്ന്, നമ്മളാ ഒരു ടോട്ടാലിറ്റി മറന്ന് നമ്മളെപ്പോഴും ഒരു വ്യക്തി തലത്തിൽ നമ്മളാണ് ഒക്കെ ചെയ്യുന്നതെന്ന് ധരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഐ ആം സ്റ്റഡിങ്, എന്നിട്ടോ ഞാൻ ബൈ ഹാർട്ട് പഠിച്ച പോലെയാണ് കുട്ടി പറയുക ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതൊന്ന് തലച്ചോറിൽ ആ മെമ്മറി നിലനിർത്താൻ നമുക്ക് പറ്റുമോ? എനിക്കും നിങ്ങൾക്കും നമ്മുടെ തലയിലെല്ലാം മറക്കാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കേൾക്കാമെന്നല്ലാതെ തലയിൽ പതിയണ്ടേ? അപ്പോൾ ഇതൊക്കെ ആ എന്താ പറയുക, ഓർമ്മയിൽ നിലനിൽക്കുക, അത് മറക്കാതെ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ തന്നെ പലപ്പോഴും പലതും മറന്നു പോകുന്നു, പിന്നീട് അത് ഓർമ്മ വരുന്നു. നമ്മൾക്കൊരു അത് മറന്നത് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം, ഇതൊക്കെ നമ്മുടെ കഴിവാണോ? അങ്ങനെയാണെങ്കിൽ മറന്നുപോയതൊക്കെ നമ്മുടെ കഴിവുകൊണ്ട് ഓർക്കാൻ പറ്റണ്ടേ? നിങ്ങൾ എത്രയോ കാലം മുമ്പ് കണ്ട് പിന്നെ മറന്നുപോയൊരു ഫ്രണ്ടിനെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് മനസ്സിലായോ? നിങ്ങൾ കണ്ണും ചിമ്മി മേലോട്ട് നോക്കി മനസ്സിലായോ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം അയാൾ ക്ലൂ തന്നു അവസാനം നമ്മൾ നീ ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ മെമ്മറി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ വേണ്ട വിചാരങ്ങൾ പുറത്തു വരാനുള്ള കഴിവ്, നമുക്ക് ചിലപ്പം ഏതാണ് വരേണ്ടത് അത് വരില്ല, വരാൻ പാടില്ലാത്തത് നമ്മൾ പറയും എന്താണ് ഒരു സ്ലിപ്പ് ഓഫ് ടങ്, എൻ്റെ നാവ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഓർമ്മശക്തി നിലനിർത്തുന്ന, വേണ്ടത് പറയാൻ ഓർമ്മിപ്പിക്കുന്ന, ഇതെല്ലാം ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ആ ഒരു ശക്തിയുടെ ഭാഗമല്ലേ നമ്മൾ? അപ്പം ഞാനെന്നൊരു ഭാവത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് അവിടെ. അപ്പോൾ കൃഷ്ണൻ പറയുന്നു പ്രകൃതിയെ ക്രിയമാണാനി, ഇതെല്ലാം പ്രകൃതിയുടെ, അതായത് ഒരു ശക്തിയുടെ പ്രേരണ കൊണ്ട് പ്രവർത്തിക്കുന്നതാണെന്ന്. ഗുണൈകർമാണി സർവശ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. മനുഷ്യൻ പലരും എന്തുകൊണ്ടാണ് കഴിവില്ലാത്തവരായി, അല്ലെങ്കിൽ പലരും വിചാരിച്ച പോലെ ജീവിതത്തിൽ ഉയരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൃഷ്ണൻ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് ഇവിടെയൊക്കെയാണ് ഭഗവാൻ കൃഷ്ണനോട് ഏറെ ബഹുമാനം. ഇതര മതങ്ങളിലില്ലാത്ത പലതും ഹിന്ദു മതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതര മതങ്ങൾക്ക് ഞാനത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് കടക്കാം. ഇതര മതങ്ങൾക്കൊക്കെ പറ്റിയത് എല്ലാവരും ഒരേ യൂണിഫോം രീതിയിൽ പ്രാർത്ഥിപ്പിക്കാനാണ് അവർ പരിശീലിപ്പിച്ചത്. ഒരു യൂണിഫോംഡ് റിലീജിയനാണ്, യൂണിഫോമിറ്റി, എല്ലാവരും ഒരുപോലെ. പക്ഷെ ഗീത പഠിപ്പിക്കുന്നത് അങ്ങനെ എല്ലാവരെയും ഒരുപോലെ പ്രാർത്ഥിപ്പിക്കുകയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടത് യൂണിഫോമിറ്റി അല്ല, യൂണിറ്റിയാണ് വേണ്ടത്. ഈ യൂണിഫോമിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. യൂണിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഐക്യം എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരെയും സഹായിക്കാനുള്ള ആ മഹാമനസ്കതയാണ് യൂണിറ്റി. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാവുക. അതാണ് മതങ്ങൾക്കുള്ളിലൊക്കെ ഫ്രിക്ഷൻസ് വന്നത്. ഇന്ന് നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് നോക്കൂ, എത്ര അധികം ഫ്രാക്ഷൻസ് ആണ് അതിൻ്റെ അകത്ത്, അതിൽ അവർ തമ്മിൽ ഫ്രിക്ഷൻ. ഇസ്ലാം മതത്തിലേക്ക് നോക്കൂ നിങ്ങൾ, അവിടെയും വിഭാഗങ്ങളായി. എന്താണ് ഈ ഇന്ത്യയിൽ തന്നെ, ഭാരതത്തിൽ തന്നെ ഹിന്ദു മതം എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുണ്ട് ഇവിടെ. ധാരാളം മുസ്ലിങ്ങൾ പറയുന്നു ഹിന്ദുക്കളായിരിക്കണം ഭൂരിപക്ഷം. കാരണം ഇന്ന് ഹിന്ദുക്കൾ ഭൂരിപക്ഷമല്ലയോ, എന്ന് ഹിന്ദു ന്യൂനപക്ഷമായോ. അപ്പോൾ ഇവിടെ ഇസ്ലാമിക ഭൂരിപക്ഷം വന്നാൽ അപ്പം അവരുടെ ഇടയിൽ സ്പ്ലിറ്റായി, സുന്നി ഭരിക്കണോ ഷിയ ഭരിക്കണോ. അവരുടെ ശത്രുക്കൾ ഒരിക്കലും ഹിന്ദുക്കളല്ല, ഇസ്ലാമിൻ്റെ ശത്രു എന്നും ഇസ്ലാമാണ്. കാരണം ഒരു യൂണിഫോമിൽ അവർക്ക് നിർത്താൻ പറ്റുന്നില്ല, ഒരു യൂണിറ്റിയിൽ നിർത്താൻ പറ്റില്ല. അവരുടേതായിട്ടുള്ള യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഒരുപാട് വിഭാഗങ്ങൾ വന്നത്. സുന്നികൾ ഷിയക്കെതിരാവുന്നു, ഷിയ സുന്നികൾക്കെതിരാവുന്നു. ഇറാനും നിങ്ങൾ സൗദി അറേബ്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഇറാനും ഇറാഖും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇറാഖും
കുവൈറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതുപോലെ സിറിയയും അതുപോലെ യമനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടും. ഇവിടെ നമ്മുടെ ഇന്ത്യക്കടുത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ കോൺഫ്ലിക്റ്റ്, ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ കോൺഫ്ലിക്റ്റ്. ആര് തമ്മിൽ യോജിപ്പുണ്ട് പറയുമ്പോൾ ഇവരൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്ന റിലീജിയനെ കുറിച്ചല്ല, പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ ഭാരതം സംസ്കൃതി എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരെയും യൂണിഫോം ആക്കുന്നത് ശരിയല്ല. ഒരേ പ്രാർത്ഥനയല്ല എല്ലാവർക്കും വേണ്ടത്. കാരണം ഓരോരുത്തരുടെയും മാനസിക സ്വഭാവങ്ങൾ, ശീലങ്ങൾ, സംസ്കാരങ്ങൾ, അതിനെ ഗീതയിൽ വിളിക്കുക ഗുണങ്ങളെന്നാണ്. ഗുണൈ എന്ന് പറഞ്ഞാൽ 3 തരം ഗുണങ്ങൾ നമ്മുടെ തലച്ചോറിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഗീതയിൽ 14-ാം അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എങ്കിലും നാം മനസ്സിലാക്കുക, തമോ ഗുണം, രജോ ഗുണം, സത്വഗുണത്തിൻ്റെ ഒരു സമ്മേളനമാണ് നമ്മുടെ മനസ്സ്. ഇപ്പം എന്താ ഈ തമോ ഗുണം എന്ന് പറഞ്ഞാൽ? ലതാർജി, ആലസ്യത്തിൻ്റെ പേരാണ്, അവശതയുടെ പേരാണ്, ഉത്സാഹക്കുറവിൻ്റെ പേരാണ്, ഒരു ഉന്മേഷക്കുറവിൻ്റെ പേരാണ്, ഊർജമില്ലായ്മയുടെ പേരാണ് തമോ ഗുണം. രജോ ഗുണം എന്ന് പറയുന്നതോ ഒരു കാര്യത്തിൽ നമുക്ക് ഏകാഗ്രതയോടെ ഇൻട്രസ്റ്റോടുകൂടി നിലനിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള മനസ്സിൻ്റെ വളരെ അജിറ്റേഷൻസ്, റെസ്റ്റ്ലെസ്നെസ്, മറ്റ് പലതിലേക്കുള്ള ഇൻട്രസ്റ്റ്, ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം മൊബൈലിലിരിക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാൻ. അപ്പോൾ അവനവൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ മറ്റു പലതിലും ഇൻട്രസ്റ്റ് പോകുന്ന ഒരു തരം റെസ്റ്റ്ലെസ് ആറ്റിറ്റ്യൂഡിനെയാണ് രജോ ഗുണം എന്ന് പറയുന്നത്. എന്നാൽ സത്വഗുണം എന്ന് പറയുന്നത് വളരെയധികം ഏകാഗ്രതയുണ്ടെങ്കിലും വളരെ സെൻസിറ്റീവാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും വളരെ അപ്സെറ്റാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ദൗർബല്യങ്ങളാണ്. ഈ ദൗർബല്യങ്ങളുള്ള ആളുകൾ എങ്ങനെ ഒരുപോലെ ഒരു റെസ്റ്റ്ലെസ്സറായിട്ടുള്ള ഒരാളെയും ഒരു വളരെ ഡള്ളായിട്ടുള്ള ഒരാളെയും നിങ്ങൾക്ക് എങ്ങനെ ഒരുപോലെ ഈക്വലാക്കാൻ പറ്റും? ഈവൺ സ്കൂൾ ക്ലാസ്സുകളിൽ പോലും നമുക്കറിയാം, ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല അധ്യാപകർക്ക്. കാരണം ചില കുട്ടികൾ വളരെ ഡള്ളാണ്, ചില കുട്ടികൾ വളരെ അജിറ്റേറ്റഡ്, റെസ്റ്റ്ലെസ് ആണ്. നമ്മളിന്ന് അവരെ പറയുന്നത് ഹൈപ്പർ എന്ന് പറയുന്നത്. വേറെ ചില കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, പക്ഷേ വളരെ എക്സ്പെക്റ്റേഷൻ ഓറിയൻറ്റഡ് ആണ്. ഒരു മാർക്ക് കുറഞ്ഞാൽ തകർന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഹൈലി ഇൻ്റലക്ച്വൽ ആളുകളാണ്, ഏറ്റവും നിരാശയിൽ ജീവിച്ചവരാണ്. അപ്പം ഇവിടെ ഈ 3 ടൈപ്പ് ഓഫ് ബ്രെയിൻ, ഇൻ്റലക്റ്റ്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് മൈൻഡ്, ഈ 3 ടൈപ്പിനെയും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോ മനസ്സിനെയും അതത് തലങ്ങളിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ. ഇപ്പം നമ്മളിലും ഈ 3 എണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യാനല്ല ആദ്യം ശ്രമിക്കണം, അവനവനെ. അപ്പം ഈ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, ഇതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. നമ്മൾ രാവിലെ എണീറ്റാലുണ്ടല്ലോ, നമ്മളിലെ താമസിക ഗുണത്തെ നമ്മൾ പുറത്താക്കണം. അതിനാണ് രാവിലെ എണീറ്റ് കുറച്ച് നേരം ഇരുന്ന് പ്രാണായാമം, യോഗ, അമ്പലത്തിൽ പോയി പ്രദക്ഷിണം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആലസ്യമെന്ന, ഊർജ്ജക്കുറവെന്ന അവസ്ഥ പോകും. പക്ഷെ അത് വളരെ തുടക്കത്തിൽ പ്രയാസമാണ്. കാരണം മനസ്സങ്ങനെ താഴോട്ട് വലിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്തൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നവർ സുകൃതികളാണ്, അവരവരെ പരിവർത്തനം വരുത്തുന്നവരാണ്. കാരണം അവരുടെ ആ വിൽ പവർ കൊണ്ട് അവർക്ക് അവരെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ക്ലാഷ് എപ്പോഴും മനസ്സിലുണ്ടാവും. അതായത് മനസ്സ് താഴോട്ട് വലിക്കുന്നു, ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല എങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു താമസിക ഗുണത്തിന് അടിമകളായിത്തീരും. അത് ചില അലസന്മാർ പറയുന്ന കാര്യം, എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, ഞാൻ ഇത്രയേ ചെയ്യുള്ളൂ. പണ്ട് ഒരു നാട്ടിൽ ഒരു രാജാവിന്, ഞാൻ പറഞ്ഞ ജോക്കാണ് എങ്കിലും ഒന്ന് ആവർത്തിക്കുകയാണ്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയണമെന്ന് മാത്രം. നാട്ടിൽ ഒരു പണി നടക്കുന്നില്ല. ഈ കേരളം പോലെ തന്നെ സിന്ദാബാദ് വിളിക്കുമ്പോൾ ആവേശമുണ്ട്, പണിയെടുക്കുമ്പോൾ ആവേശമില്ല. നിങ്ങൾ നോക്കൂ, ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ജോലി കൊടുത്താൽ അവരെ ആവേശം പോയി, അതൊക്കെ അലസായിട്ട്. എന്നാൽ അവരോടൊന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലൊരു എന്താ ആവേശം, കൊട്ടിപ്പിടിച്ച ഉഗ്രൻ ആവേശം. പക്ഷെ വ്യക്തിതരത്തിൽ ജോലി ചെയ്യുമ്പോൾ പറയുമ്പോൾ ആവേശം പോയി. അപ്പോൾ ഈ നാട്ടിലും
കുറേ അലസന്മാർ. അപ്പോൾ രാജാവ് ഈ അലസന്മാരുടെയൊക്കെ ഒരു സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു ഇതുണ്ടാക്കി, ഒരു സമ്മേളനം ഉണ്ടാക്കി. അലസന്മാരിൽ ഏറ്റവും ഹയസ്റ്റ് അലസന് ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. ഏറ്റവും നമ്മുടെ നാട്ടിലെ അലസ ശിരോമണിയെ കണ്ടെടുത്ത്, അലസൻ്റെ അലസൻ, അത്ര അലസൻ. അങ്ങനെ മടിയനെ കണ്ടുപിടിക്കാനുള്ള സമ്മേളന ദിവസം വന്നു. വലിയൊരു ഓഡിറ്റോറിയത്തിൽ 10,000 അലസന്മാർ ഒത്തുകൂടിയിരിക്കുകയാണ്. അലസന്മാരുടെ സമ്മേളനം. ഇപ്പോൾ രാജാവ് വരുന്നു, മന്ത്രി വരുന്നു. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നപ്പം ഒരു 10 പേര് എണീറ്റില്ല. അപ്പം മന്ത്രി പറഞ്ഞു, നിങ്ങളിങ്ങനെ രാജാവ് വരുമ്പം അനാദരിക്കരുത്, രാജാവിനോടുള്ള ബഹുമാനമായിട്ട് നിങ്ങൾ എണീക്കണമെന്ന്. അപ്പം 10 പേര് പറഞ്ഞു, ഞങ്ങൾക്ക് എണീക്കാൻ അദ്ദേഹത്തിന് ബഹുമാനത്തിൽ കുറവുണ്ടായിട്ടില്ല, പക്ഷേ മടി കാരണം എണീക്കണില്ല. ഓ, അത് ശരി, മടിയന്മാരുടെ സമ്മേളനമാണല്ലോ. അപ്പോൾ രാജാവ് സന്തോഷമായിട്ട് പറഞ്ഞു, ശരി, ബാക്കിയുള്ളവർക്ക് അത്ര മടിയില്ല എന്നർത്ഥം, അവർക്ക് വേണമെങ്കിൽ മടി മാറ്റാം. അപ്പം നിങ്ങളിൽ 10 പേരിൽ ഒരാളെ ഏറ്റവും വലിയ മടിയനായിട്ട് തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അതായത് മിസ് വേൾഡ്, മിസ്റ്റർ വേൾഡ് എന്ന് പറഞ്ഞ പോലെ മടിയൻ വേൾഡിനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെന്താ വഴി നോക്കുമ്പം, നിങ്ങളിൽ ഏറ്റവും മടിയൻ ആരാണെന്ന് നിങ്ങൾ എണീറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 9 പേര് അവർ എണീറ്റ് നിന്നു. പരസ്പരം നോക്കിയില്ല, ഒരുത്തൻ എണീറ്റില്ല. അവൻ പറഞ്ഞു, എനിക്ക് മടി കാരണം എണീറ്റില്ല. അപ്പോൾ പിന്നെ അവനെ ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് അവാർഡൊന്നും വേണ്ട, ഞാനല്ലല്ലോ മടിയൻ. പിന്നെ മടിയനാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരും, മടിയില്ലാത്തതുകൊണ്ടല്ലേ വന്നത്. പിന്നെ പാരാ മടിയൻ? എൻ്റെ അച്ഛനാണെന്ന്. അപ്പം നിൻ്റെ അച്ഛൻ എവിടെയാണ്? വീട്ടിലാണെന്ന്. അപ്പം എന്നാൽ പിന്നെ ഇവൻ്റെ അച്ഛനെ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യാതെ നമുക്ക് മടിയനാണെന്നും പറഞ്ഞിട്ട് ഇവർ വീട്ടിൽ പോയി. ഇവൻ്റെ അച്ഛൻ്റെ വരാന്തയിൽ അങ്ങനെ ഒറ്റയിരിപ്പാ. ഭാര്യ പറഞ്ഞു, അവിടെ തന്നെ കിടപ്പാ, അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ബാത്റൂം ടോയ്ലറ്റിൽ മാത്രം പോകാൻ വേണ്ടി എണീക്കുന്നത്, കഴിക്കാൻ വരെ ഇവിടെ കൊണ്ടുപോകും, അത്ര മടിയൻ. അപ്പോൾ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് തരണ്ടാന്ന്. പിന്നെ ആ മാവിൻ്റെ മുകളിൽ ഒരുത്തം കൊണ്ടിലിരിക്കുന്നത്, അയാൾക്ക് കൊടുക്കുമെന്ന്. അതാരാ? അത് എൻ്റെ അച്ഛനാണെന്ന്. അയാളെങ്ങനെ അവിടെ എത്തിയത്? അയാൾ മടിയനാണെങ്കിൽ അവിടെ എത്തില്ലല്ലോ. എത്തിയതല്ല സാർ, പണ്ട് മുറ്റത്ത് ഇരുന്നതാണെന്ന്. അവിടെ ഒരു അണ്ടി ഉണ്ടായിരുന്നു താഴത്ത്, അതങ്ങനെ മുളച്ചു പൊന്തിയപ്പോൾ ഇപ്പോഴും ആൾ മുകളിലിരിക്കുകയാണെന്ന്. ഇതുവരെ ഇറങ്ങി വരാൻ പോലും ആൾക്ക് തോന്നിയിട്ടില്ല എന്ന്. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു തമാശ പറയുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ മടിയുടെ ലോകത്തിലിരിക്കുന്ന ആളുകൾക്ക് എന്ത് സ്വപ്നം കണ്ടിട്ട് എന്ത് കാര്യം, ഒന്നും നടക്കാൻ പോണില്ല. മടിയന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്ന പോലെയാണ്. മടിയന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചില ബജറ്റ് അവതരണം പോലെയാണ്. വലിയ എമൗണ്ടൊക്കെ പറയും, പക്ഷേ കാര്യം കൊണ്ട് ഇതൊന്നും നടക്കാൻ പോണല്ല എന്നുള്ളത് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അലസനായിട്ടിരിക്കരുതെങ്കിൽ നമുക്കറിയണം, ആലസ്യത്തെ ജയിക്കേണ്ടത് ആക്ഷൻ കൊണ്ട് വേണം, ഇനാക്ഷൻ ജയിക്കാൻ. അതിനാണ് പൂർവികന്മാർ കാലത്തെണീറ്റ് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്, പ്രദക്ഷിണം വയ്ക്കാൻ പറഞ്ഞത്, യോഗ ചെയ്യാൻ പറഞ്ഞത്, നിങ്ങളോട് പ്രാണായാമം ചെയ്യാൻ പറഞ്ഞത്. ഭാരതത്തിലെ ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു മനുഷ്യന് ആലസ്യം ഒഴിവാക്കണമെങ്കിൽ ചില കർമ്മ പദ്ധതികൾ വേണമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ മനസ്സിലാക്കണം. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നോബഡി ഈസ് യൂസ്ലെസ് എന്നാണ്. നോ വൺ ഈസ് യൂസ്ലെസ്. പിന്നെ ഒരാൾ കഴിവില്ലാതെ ആവുന്നതിന് കാരണം അവരുടെ ഉള്ളിലുള്ള ആലസ്യം തലയ്ക്ക് കയറിയാൽ പിന്നെ ഒന്നും കയറില്ല തലയിലേക്ക്. കാരണം ആലസ്യം എന്നതൊരു പുതപ്പ് കൊണ്ട് പുതച്ച് മൂടുന്ന പോലെ നല്ല കറുത്ത കട്ടിയുള്ള ഒരു ഷെയ്ഡ് നമ്മുടെ തലച്ചോറിനെ അങ്ങോട്ട് ബാധിക്കുകയാണ്. അങ്ങനെ കട്ടിയുള്ള ഷെയ്ഡൊന്നും അവിടെ ഇല്ല, പക്ഷേ ഈ ഷെയ്ഡെന്ന് പറയുന്നത് നമ്മളിലെ ആലസ്യത്തിൻ്റെ ഷെയ്ഡാണ്, നമ്മുടെ തമോ ഗുണമാണ്. അപ്പോൾ ഈ തമോ ഗുണത്തെ നാം ജയിക്കാൻ പരിശീലിക്കണം. അതാണ് കൃഷ്ണൻ പറയണത്. എന്താ പറയുക, ഗുണേ കർമാണി സർവശ. നമ്മളെ പല കർമ്മങ്ങളും ചെയ്യിക്കാൻ നമ്മുടെ മനസ്സിൻ്റെ ഗുണങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുക. അപ്പോൾ രാവിലെ എണീറ്റാൽ ഒരു ഉഷാറ് തോന്നില്ലെങ്കിൽ അപ്പം മനസ്സിലാക്കണം, തമോ ഗുണം നമ്മളെ ബാധിച്ചിരിക്കുകയാണ്, തമോ ഗുണം ആലസ്യം നമ്മളെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആക്ഷൻ കൊണ്ട് മാറ്റണം. ആക്ഷൻ കൊണ്ട് മാത്രമേ, പറഞ്ഞല്ലോ, ഇനാക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ. ആലസ്യത്തെ മാറ്റാൻ കർമ്മ പദ്ധതികൾ വേണം. അപ്പം അങ്ങനെ നമ്മൾ നിരന്തര പരിശീലനം കൊണ്ട് ഈ ഒരു ആലസ്യത്തെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആലസ്യമുള്ള ആളുകളെ നിങ്ങൾ എന്ത് തന്നെ പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കാതെയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. കുട്ടി വളരെ അലസനായിട്ടുള്ള ഒരാളെ CBSE സിലബസിൽ കയറ്റിയാൽ
വളരെ ബുദ്ധിമുട്ടാണ്. ആ കുട്ടിക്ക് തലയിൽ കയറില്ലേ ഒന്നും. അപ്പം അതുകൊണ്ട് ആ കുട്ടിയുടെ ആലസ്യത്തെ എടുത്ത് കളയാതെ, ഈ ഉള്ളിലുള്ള കറുത്ത ഒരു മൂടൽ മഞ്ഞെടുത്ത് മാറ്റാതെ എങ്ങനെ ആ ബ്രെയിൻ്റെ അകത്തേക്ക് അറിവ് കയറും? അപ്പോൾ അതുകൊണ്ട് ആ കറുത്ത പാടെടുത്ത് കളയണമെങ്കിൽ നോക്കൂ, നല്ല കൂരാരി കുരുട്ടുള്ളടുത്ത് നിങ്ങൾ അകത്തേക്ക് തന്നെ വെളിച്ചം കൊണ്ടായാലല്ലേ ആ കുരുട്ട് മാറുള്ളൂ. എങ്ങോ ദൂരെ നിന്ന് വെളിച്ചം വീശിയുണ്ടെന്ന കാര്യം എന്നതുപോലെ ഈ മനസ്സിൻ്റെ അകത്ത് കുരുട്ട് വെച്ച് പുറത്തെങ്ങോ ഒരു അധ്യാപകനോ അധ്യാപികയോ ക്ലാസ് എടുത്താൽ ഈ തലച്ചോറിൽ എന്ത് കയറും? അപ്പം അതുകൊണ്ട് ആ തമോ ഗുണത്തെ എടുത്ത് മാറ്റാൻ അതിന് പറ്റുന്ന ചില പരിശീലനങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരച്ഛനും അമ്മയും ശരിക്കും പരിശീലകരാവണം. കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ കൂടെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ്, അത് യോഗ, അതുപോലെ തന്നെ പ്രാണായാമം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ വീടിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ആ വ്യക്തിയിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ രജോ ഗുണമാണ്. രജോ ഗുണമുള്ളത് മനസ്സിൻ്റെ ഏകാഗ്രത കുറവാണെന്ന് പറഞ്ഞു. അതിന് പ്രണവോപാസന വളരെ സഹായിക്കും. നീട്ടി ഓം എന്നൊരു 10-11 പ്രാവശ്യം റെഗുലർലി ജപിച്ച് അങ്ങനെ ശീലിച്ച് വന്നാൽ ഏകാഗ്രത കൂടും. ഏകാഗ്രത കൂടുന്തോറും ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് ക്ലാസ്സിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അധ്യാപകരുടെ ഏറ്റവും വലിയ വിഷമം കുട്ടികളുടെ അറ്റൻഷൻ ഡൈവേർഷൻ വരികയാണ്, മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ആ സബ്ജക്റ്റിൽ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല ടീച്ചർ. കാരണം അത് ഇൻട്രസ്റ്റിംഗ് ആവില്ല, ഇത്തിരി ബോറിംഗ് ആയിരിക്കാം. ചില ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ഫിസിക്സും അതുപോലെ തന്നെ ഹിസ്റ്ററിയും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ചിലപ്പോൾ പരമം ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ബോറടിക്കുന്ന സാധനത്തിലും കുട്ടി മനസ്സ് വെച്ചേ പറ്റുള്ളൂ. കാരണം കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ഫ്യൂച്ചറാണ്. അപ്പം അതുകൊണ്ട് രജോ ഗുണം എടുത്തു മാറ്റണമെങ്കിൽ ഓങ്കാരാദി ഉപാസനകൾ നിരന്തരം പരിശീലിച്ച് കൊണ്ടുവന്നാൽ ക്രമേണ മനസ്സിന് ഏകാഗ്രത വരാൻ തുടങ്ങും. ഇനി മൂന്നാമത്തതാണ് സത്വഗുണം. സത്വഗുണത്തിന് നല്ല കഴിവുണ്ട്, പക്ഷേ ഇമോഷണലി വെരി സെൻസിറ്റീവാണ്. വളരെ റെസ്റ്റ്ലെസ്, എന്താ പറയുക, പെട്ടെന്ന് അപ്സെറ്റ് ആവും. അത്തരം ആളുകൾക്കുള്ളതാണ് ഈ മൂന്നാമത്തതായിട്ടുള്ള ജപസാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു രൂപത്തെ വെച്ച് മനസ്സിനെ അതിൻ്റെ ആ സ്മരണയിൽ പാദത്തിൽ അർപ്പിക്കുക. അതായത് മനസ്സിൽ ഉറപ്പിക്കുക, എല്ലാറ്റിനും ഈശ്വരൻ കൂടെ ഉണ്ടല്ലോ, ഭഗവാൻ കൂടെ ഉണ്ടല്ലോ, ഞാനല്ല ചെയ്യുന്നത്, ഞാനൊരു ഉപകരണം മാത്രമാണ്. ആ ഒരു സമർപ്പണ ഭാവം. അപ്പം ഈ തരത്തിൽ നമ്മൾ പരിശീലിക്കില്ല എങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ചെയ്തു വയ്ക്കുക. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? തമോ ഗുണം നമ്മളെ കഴിവില്ലാത്തവരാക്കും, രജോ ഗുണം നമ്മളെ വളരെയധികം ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ ജീവിതം കട്ടപ്പുക എന്ന് പറയില്ലേ, ഒന്നിനും പറ്റാതെയാക്കും. സത്വഗുണം നമുക്ക് കഴിവുണ്ടായാലും നമ്മുടെ ഇമോഷൻ കാരണം നമ്മൾ ദുഃഖികളായിരിക്കും. അപ്പോൾ ഈ 3 ഗുണങ്ങളെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ വേണ്ട പോലെ നമുക്ക് ജീവിതത്തിൽ റിഫൈൻ ചെയ്തെടുക്കാൻ, അതിൽ നിന്ന് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചില കൃത്യനിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ഉപാസനകളും ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഇതൊക്കെയാണ് ഹിന്ദുമതത്തിൽ വൈവിധ്യത ഉപാസനകളിൽ വന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ പ്രാണായാമം ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ചെയ്യണമെന്നില്ല. തീരെ മനസ്സിന് ഏകാഗ്രതയില്ലാത്ത ആലസ്യമുള്ള ആളുകൾ ചെയ്താൽ അവർക്ക് ഏറെ ഗുണമുണ്ട്. ഇതുപോലെ തന്നെ ഓങ്കാരാദി ഉപാസനകളൊക്കെ ഏകാഗ്രത കുറയുന്നവരാളുകൾ ചെയ്താൽ മതി. അതാണ് ഹിന്ദുമതത്തിൽ എല്ലാവർക്കും ഒരുപോലെയുള്ള പ്രാർത്ഥനകളില്ലാത്തത്. പലരും ചോദിക്കും, ഹിന്ദുമതം എന്താ ക്രിസ്ത്യൻ മതത്തെ പോലെ ആവാത്ത, ഇസ്ലാം മതത്തെ പോലെ ആവാത്ത? ക്രിസ്ത്യൻ മതത്തെ സംബന്ധിച്ച് ഞായറാഴ്ച കണ്ട് പള്ളിയിൽ ചെന്നാൽ അവരെ അച്ഛൻ അങ്ങനെ പറഞ്ഞോളൂ, ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ആമീൻ 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 എന്ന് പറഞ്ഞാൽ മതി. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഉറങ്ങാൻ അത്ര എളുപ്പമല്ല, കാരണം അവർ മുട്ടുകുത്തിയിരിക്കുക തന്നെ വേണം. അപ്പോൾ അവരങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഉറങ്ങിയാൽ നല്ല ബുദ്ധിമുട്ടാവും അത്. അപ്പോൾ അവരങ്ങനെ ഇരുത്തിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സ് അവിടെ തന്നെയാണ് ഇരിക്കണമെന്നുള്ളത്? മനസ്സിനെ അങ്ങനെ പിടിച്ചിരുത്താൻ ഒരാൾക്കും പറ്റില്ല. മനസ്സ് വേറെ എന്തൊക്കെയോ വ്യാപാരത്തിലേക്കും വിചാരത്തിലേക്കും കാര്യങ്ങളിലേക്കും പോവുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകളല്ല മനുഷ്യനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഓൾറെഡി തെറ്റായി ധരിച്ചു വെച്ചു ഈശ്വരന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെല്ലാം ചെയ്തു തരുന്നു. അലസതയുള്ളവൻ എന്ത് പ്രാർത്ഥിച്ചാൽ ഏത് ഈശ്വരന് തരാൻ പറ്റും?
അസ്വസ്ഥതയുള്ളവൻ എന്ത് പ്രാർത്ഥിച്ചാൽ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറയും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയൊക്കെ കൊണ്ട് നടന്നവർ അവസാനം അതിൽ നിന്നൊക്കെ വിട്ടത്. എന്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ മതത്തോട് ഇത്ര അധികം അവേർഷൻ വന്നത്? എന്ത് ഇപ്പം അറേബ്യൻ രാജ്യങ്ങളിൽ നോക്കൂ, എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. അറബിയൻ രാജ്യങ്ങളാണ് ഒറിജിനൽ ഇസ്ലാം, ബാക്കിയൊക്കെ കൺവേർട്ടഡ് ഇസ്ലാം അല്ലേ. ഇന്ത്യയിലൊക്കെ ഉള്ളത് കൺവേർട്ടഡ് ആണ്. 5 തലമുറ അപ്പുറത്തൊക്കെ DNA നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മുസ്ലിങ്ങളുടെ DNA ഹിന്ദുവിൻ്റെ DNA ഒക്കെ ഒന്ന് തന്നെയാണ്, അത് വേറെ അല്ല. നിങ്ങൾ ഒരു ഇസ്ലാം കൾട്ടിലാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൾട്ടിലാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടുത്തേക്ക് ഇസ്ലാം വ്യത്യസ്തമായത്? കാര്യം ഇവിടുത്തെ ഇസ്ലാം ഞങ്ങളാണ് ഒറിജിനൽ ഇസ്ലാം എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ നോക്കുക, അറേബ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഇസ്ലാമിക മതത്തോടുള്ള തീവ്രത കുറഞ്ഞു വരികയാണ്. അവർ കുറേയും കൂടിയും ബിസിനസ് ഓറിയൻറ്റഡും അവർ കുറേയും കൂടിയും വെസ്റ്റേൺ ഓറിയൻറ്റഡ് ലൈഫിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇന്നത്തെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ മതം പറഞ്ഞിരുന്നാൽ ജീവിക്കാൻ പറ്റില്ല. കാരണം ട്രേഡും മറ്റും നടക്കണമെങ്കിലും എല്ലാവരും ഒന്നിച്ചു നിന്നേ പറ്റുള്ളൂ. ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് പെട്രോളും ഡീസലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇലക്ട്രിക് പവറിലേക്കും സോളാർ പവറിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന യുഗത്തിൽ പെട്രോളിനും ഡീസലിനൊന്നും ആവശ്യം ഇല്ലാതെ വന്നാൽ ഈ അറേബ്യൻ രാജ്യങ്ങൾ എങ്ങനെ നിലനിൽക്കും? അപ്പോൾ അവർക്ക് മനസ്സിലായി യൂറോപ്യൻസിൻ്റെ കൂടെ നിൽക്കണമെന്ന്. അവർ യൂറോപ്യൻ കൾച്ചർ ഫോളോ ചെയ്യാൻ തുടങ്ങി. പത്രത്തിൽ വായിച്ചൊരു വാർത്ത, ഇപ്പോൾ സൗദി അറേബ്യയെ പോലുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും കോട്ടയായിട്ടുള്ള രാജ്യം, അവിടെയാണല്ലോ മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന രാജ്യം. അവിടെ ഇപ്പോൾ വാങ്കുവിളിയൊക്കെ മൈക്കിലൂടെ നിരോധിച്ചു. വാങ്കുവിളിയൊക്കെ ആ പള്ളിയുടെ അകത്ത് ചെയ്താൽ മതി, പുറത്ത് പോകേണ്ടതാണ്. അപ്പോൾ അവർ ഇത്രയും സിവിലൈസ്ഡിലേക്ക് പോകാൻ കാരണം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കാണുക. അമേരിക്ക അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊന്നും പുറത്തേക്ക് വാങ്ക് വിളിച്ച് കേൾപ്പിക്കാൻ പാടില്ല. ഈവൻ സിംഗപ്പൂരൊന്നും പാടില്ല. കാരണം അവിടുത്തെ ആളുകളുടെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അത് ഹരിക്കണോ, അവരെ ബുദ്ധിമുട്ടിക്കണോ എന്നുള്ളത്. അപ്പം ഇത് ഇത്രയും അവർ ഡെവലപ്പ് ചെയ്യാൻ കാരണം അവർക്ക് മനസ്സിലായി ഒരു പഴയ നിയമങ്ങളിൽ ജീവിച്ചാൽ സൊസൈറ്റി വളരില്ല. അപ്പം ഇത് ഭാരതത്തിൽ ഋഷിവര്യന്മാർ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ആൾക്കും തരത്തിനൊക്കെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ കുട്ടികളെയും മറ്റുള്ളവരെയും സംസ്കാരാദികൾ പരിശീലിപ്പിക്കാൻ. അപ്പം തമോ ഗുണമുള്ളവനോട് ഇരുന്ന് ജപിക്കാൻ പറഞ്ഞാൽ അവൻ ഉറങ്ങും. അതുപോലെ രജോ ഗുണമുള്ളവനോട് നിങ്ങൾ ഓടാൻ പറഞ്ഞാൽ അവൻ്റെ ഓട്ടത്തിൽ അവൻ തളർന്നു പോകും. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന ചില രീതികളുണ്ട്. അതിനാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഡിസൈൻ ചെയ്തു വെച്ചത്. പുറത്ത് തമോ ഗുണത്തെ കൺവേർട്ട് ചെയ്ത് രജോ ഗുണമാക്കാനും അകത്ത് രജോ ഗുണത്തെ സത്വഗുണമാക്കാനും അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് നാമം ജപിച്ച് നമസ്കരിക്കുമ്പോൾ സത്വഗുണത്തെ ആത്മശക്തിയാക്കി മാറ്റാനും ഉള്ളൊരു പരിവർത്തനത്തിൻ്റെ കേന്ദ്രമായി ക്ഷേത്രങ്ങൾ മാറിയത്. പക്ഷേ ഹിന്ദുവിന് അത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് ഹിന്ദു പൊട്ടനെ പോലെ മറ്റു മതക്കാരെ പോലെ കൃഷ്ണ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് തന്നോളണം, പാൽപ്പായസം ഞാൻ നടത്തിക്കോളാം. അങ്ങനെ നമ്മളൊരു കൃഷ്ണനും നമ്മളും തമ്മിലൊരു കച്ചവടത്തിൻ്റെ പരിപാടിയായിട്ട് മാറി. അത് മാറണം. നമ്മൾ എന്തിനാണോ നമ്മുടെ ക്ഷേത്രങ്ങൾ വെച്ചത് അതിനെ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിലുള്ള തമോ ഗുണത്തെയും രജോ ഗുണത്തെയും സത്വഗുണത്തെയും മാറ്റി. ഗീത 2-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, ത്രൈഗുണ്യ വിഷയാഭേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ഇനിയും വരുന്നുണ്ട് കുറേ ശ്ലോകങ്ങൾ. 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അവിടെ ഗുണാനേതാൻ അതീത്യത്രീൻ, ഈ 3 ഗുണങ്ങളെ മനുഷ്യൻ അതിവർത്തിക്കാനുള്ള കഴിവും ശക്തിയും ഉൾപ്രേരണയും ഉണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ. അപ്പം നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ നാം യോഗ, പ്രാണായാമ തുടങ്ങിയത് രാവിലെ, അത് കഴിഞ്ഞ് പ്രണവാദി ഒരു മന്ത്രോപാസനകൾ, അത് കഴിഞ്ഞ് ഗായത്രി തുടങ്ങിയ മന്ത്രങ്ങൾ, ഇതൊക്കെ 1 മണിക്കൂർ സമയമെങ്കിലും ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഈ ഗുണകർമ്മങ്ങളൊക്കെ പരിവർത്തനം വന്ന് ക്രമേണ നമ്മളിലെ ഞാനെന്ന ഭാവം അതങ്ങനെ അർപ്പിതമായി നമുക്ക് മനസ്സിലാവും. ഒരു അനന്തശക്തിയുടെ ഒരു ഭാഗമാണ് ഞാൻ. എല്ലാ അവയവങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഞാനാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നത്. ഒരവയവം നിന്നാൽ എൻ്റെ ജീവിതം തീർന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ആ ഭാവം അതൊരു അനന്തശക്തിയുടെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ജീവിതത്തിൽ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. ഈ ശ്ലോകത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വ്യാഖ്യാനിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.